കാത്തിരിക്കുന്ന വെള്ളിയാഴ്ചയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രുചികരമായ നാടൻ മട്ടൻ മസാല എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെയൊക്കെ നൊയമ്പ് കാലഘട്ടമാണ്. ഈസ്റ്ററിലേക്ക് വരുമ്പോൾ നല്ല രുചികരമായ ഒരു മട്ടൻ മസാല ഈസ്റ്ററിൻ്റെ ലഞ്ചിനോ അല്ലെങ്കിൽ രാവിലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു രുചികരമായ നാടൻ മട്ടൻ മസാലയാണ് ഫുഡ് യൂബിൽ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഒരു 50 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ ഒരു ഫ്രൈയിങ് പാനിൽ ചൂടാക്കുക. ഇത് ഞാൻ പറയുന്നത് ഒരു 1/2 കിലോ മട്ടൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ്. 1 ടീസ്പൂൺ മസ്റ്റേർഡ് കടുക് നമ്മൾ ഇട്ട് താളിക്കുന്നു. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് താളിക്കുന്നു. ഇത് രണ്ടും താളിച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു 15 ഗ്രാം വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 4-5 പച്ചമുളക് കീറിയതും ചേർത്ത് വഴറ്റി കൊടുക്കാം. ചെറിയൊരു പച്ചപ്പ് മാറുന്നവരെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ആ എണ്ണയിൽ വഴറ്റുക. ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 75 ഗ്രാം ചുവന്നുള്ളി തൊലി കളഞ്ഞത് അങ്ങനെ തന്നെ, അത് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് മുഴുവനെ തന്നെ ഇട്ട് അതിലിട്ട് വഴറ്റുക. അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ ഒരു 1.5 കപ്പ് സവാള കൊത്തി അരിഞ്ഞത്, ഏകദേശം ഒരു 100-150 ഗ്രാം സവാള കൊത്തി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ചെറു തീയിൽ കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ സവാളയൊക്കെ വഴറ്റുക. ഇപ്പോൾ ഏകദേശമൊക്കെ കളർ മാറി വരുന്നു. നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എന്തിനും ആദ്യം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് വേണ്ടവർക്ക് ഒരു 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് തക്കാളിക്ക കൊത്തി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നു. മട്ടൻ മസാലയാണ്, കുറച്ച് ഗ്രേവി, തിക്കായിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയാണ്. ഈ മസാല കൂട്ടുകൾ ഈ ഉള്ളിയും തക്കാളിക്ക എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നു. എന്തിനും ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നു ആവശ്യത്തിന്. അത് നമ്മൾക്ക് എത്രത്തോളം ഉപ്പ് നമ്മൾക്ക് ഇഷ്ടപ്പെടും എന്ന രീതിയിൽ കണക്കാക്കി ഇടുക. ഈ മസാലക്കൂട്ടുകളെല്ലാം നന്നായിട്ട് ചെറിയ രീതിയിലൊന്ന് വഴറ്റി ആ തക്കാളിക്കൊക്കെ ഉടയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു പരുവാകുമ്പോൾ നമുക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയാണ് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നു. 1 ടീസ്പൂൺ ഫെനൽ പൗഡർ അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ മസാലക്കൂട്ടുകൾ ഏകദേശം എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി ഒരല്പം വെള്ളം ഒഴിച്ച് കരിയാത്ത രീതിയിൽ അതെല്ലാം ഒന്ന് ഉടയാൻ തക്കവണ്ണം അല്പം വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് തിളപ്പിക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന 1/2 കിലോ മട്ടൺ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ മസാലക്കൂട്ടിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റൗവിൽ തന്നെ വെച്ച് ചെറുതീയിൽ വേവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എളുപ്പത്തിന് വേണ്ടി എപ്പോൾ നമ്മൾ കുക്കർ അടിയാറുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ക്യാപ്പ് വിനെഗറും ചേർത്ത് മട്ടൻ്റെയൊക്കെ വേഗ് അനുസരിച്ച് എളുപ്പമാക്കുവാൻ വിനെഗർ സഹായിക്കും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നമ്മൾക്ക് ഒരു 10-12 വിസിൽ, അതായത് മട്ടൻ്റെ മൂപ്പും പ്രായമൊക്കെ അനുസരിച്ചാണ് നിങ്ങൾ കണക്കാക്കി നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. അടച്ചു വെച്ച് വേവിക്കുക. ചെറുതീയിൽ ആവി വരുമ്പോൾ വിസിലിട്ട് ഒരു 10-12 വിസിൽ വേവിക്കുക. ആവി വരുന്നവരെ നല്ല തീയിൽ ഒന്ന് തിളച്ചതിന് ശേഷം ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ടിട്ട് ചെറുതീയിൽ വേണം എപ്പോഴും നമ്മൾ കുക്കർ വേവിക്കുവാൻ, അല്ലെങ്കിൽ അത് അപകടം ഉണ്ടാകാൻ ചാൻസ് ഏറെയുണ്ട്. അപ്പോൾ വെയിറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു 10-12 വിസിൽ മട്ടൻ്റെ വേവും പ്രായമൊക്കെ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ കണക്കാക്കി ചെയ്യുക. ഇപ്പോൾ ഏകദേശം അത് വെന്ത് അതിൻ്റെ 10-12 വിസിൽ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ആവി പോയി ഒരു സ്പൂൺ അടിച്ചിട്ട് ആവി പോയതിന് ശേഷം മാത്രം ഈ കുക്കർ തുറക്കുക. അതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് വേണം തുറക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നല്ല മട്ടൺ നല്ല കുറുകി, ചാറെല്ലാം നന്നായിട്ട് കുറുകി മട്ടൺ നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്.
നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല എണ്ണ നെയ്മയമൊക്കെ ഉള്ള നല്ലൊരു ചാറിൽ മട്ടൻ മസാല ഇങ്ങനെ കിടന്ന് വെന്ത് കുറുകിയ ഒരു നല്ലൊരു പരിപാടി. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പ്രത്യേകിച്ച് ഈസ്റ്റർ വിശേഷ ലഞ്ച് സമയത്തോ രാവിലെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനായ ഡിഷാണ്. രുചികരമായ മട്ടൻ മസാല എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾക്കൊക്കെ അറിയാം, എപ്പോഴും പ്രത്യേകിച്ച് ഒരു വിശേഷ അവസരങ്ങളിൽ, ഫെസ്റ്റിവലിൻ്റെയൊക്കെ അവസരങ്ങളിൽ, ലഞ്ചിന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നല്ലൊരു ഡിഷ് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി റെഫർ ചെയ്യാവുന്നതാണ്. ഇത് അത്ര വലിയ വ്യത്യസ്തമായ പുതുമയുള്ളതൊന്നും തന്നെയല്ല. നമ്മുടെ നാടൻ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. എല്ലാ പ്രാവശ്യത്തെ പോലെ പുതുമയാർന്ന അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ കണ്ടില്ലാത്ത റെസിപ്പിയൊന്നും അല്ല. തീർച്ചയായിട്ടും രുചികരമായ ഉള്ളം തട്ടുന്ന ഈ മട്ടൻ കറി ഈ ഈസ്റ്റർ ദിവസങ്ങളിൽ നിങ്ങളുടെ തേന്മേശകൾക്ക് വിരുന്നാകും. നിങ്ങളുടെ അതിഥികൾക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക്, സ്വന്തക്കാർക്കൊക്കെ ഒരു ഇഷ്ടപ്പെടുന്നൊരു വിഭവമാകുന്ന തീർച്ചയോടെ നന്ദി, നമസ്കാരം. ഫുഡ് യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണും വരേക്കും ഷെഫ് സുജു ഫിലിം സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.